ഇതാരാണ്? മെസ്സിയാ? 10 എന്ന് പറഞ്ഞ നമ്പർ കണ്ടപ്പോ തന്നെ നമുക്ക് കിട്ടി അല്ലേ? 10 എന്ന് പറയുന്ന നമ്പർ നമുക്ക് തന്നെ കിട്ടി. മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പല ടോക്കിലും പറയാറുണ്ട്. രാവിലെ ഒരു 7 മണിക്കൊക്കെ എണീക്കും, റീൽസ് ഒക്കെ കാണും അല്ലേ? യൂട്യൂബിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആരൊക്കെയാണ് പോസ്റ്റ് ഇട്ട് നോക്കും. എന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കും, പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉറങ്ങും അല്ലേ? എന്നിട്ട് കുറച്ച് സമയം ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്തിരിക്കും, ഉച്ചക്ക് നല്ല മന്തിയൊക്കെ കഴിക്കും അല്ലേ? വൈകിട്ടാകുമ്പോൾ കോച്ച് പറയുന്നു മെസ്സി വരൂ കളിക്കൂ, അപ്പൊ മെസ്സി വരുന്നു, കളിക്കുന്നു, ഗോൾ അടിക്കുന്നു. ഇങ്ങനെയാണോ? അല്ല, പിന്നെന്താണ്? മെസ്സി രാവിലെ 4 മണിക്ക് എണീക്കുന്നുണ്ടാവും, എന്നിട്ട് ജിമ്മിൽ പോകുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, ട്രെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ? എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുമോ? ഇല്ല. പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കൃത്യമായി കഴിക്കുന്നുണ്ടാവും. അതിനുശേഷം ഇന്നത്തെ കളിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആലോചിക്കുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അങ്ങനെ വരുന്ന മെസ്സി, വളരെ പ്രാക്ടീസോട് വരുന്ന മെസ്സിയാണ് 1.5 മണിക്കൂർ നമ്മള് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് അല്ലെ? മെസ്സി പറഞ്ഞൊരു വാചകമുണ്ട്, എപ്പോഴും പറഞ്ഞതെന്നറിയോ? 17-ാമത്തെ വയസ്സിൽ ബാഴ്സലോണ ക്ലബിന്റെ ആദ്യത്തെ കളി കളിക്കുമ്പോ പറഞ്ഞ വാചകമാണ്, ഐ സ്റ്റാർട്ട് ഏർലി ആൻഡ് ഐ സ്റ്റേ ലേറ്റ്. ഡേ ആഫ്റ്റർ ഡേ, ഇയർ ആഫ്റ്റർ ഇയർ, ഇറ്റ് ടുക്ക് മീ 17 years and 114 days to become an overnight success. നിങ്ങളിപ്പോ പറയണ്ടല്ലോ ഞാനൊരു ഓവർനൈറ്റ് സക്സസ് ആണ്, അത്ഭുത ബാലനാണ്, ഫുട്ബോൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്നവനാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊരു ഓവർനൈറ്റ് സക്സസ് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഓവർനൈറ്റ് സക്സസിൽ ഞാൻ എത്താൻ എത്ര കാലം എടുത്തത്? 17 വർഷവും 114 ദിവസവും എടുത്തത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, റൈറ്റ്? സോ എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ? കൺസിസ്റ്റൻസി ഈസ് യു ചൂസ് വാട്ട് ടു ഡു വെൻ യു ആർ നോട്ട് ഇൻ എ മൂഡ്. നിങ്ങൾക്ക് മൂഡ് ഉണ്ടാവുമ്പോൾ ചെയ്യുന്നതല്ല കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് മൂഡില്ലെങ്കിലും ഒരേ കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.